ഈ ലേഖനം എഴുതിയത് എഫേസസിൽ നിന്നാണ്. എഫേസസിൽ ശുശ്രൂഷ എന്ന കാലഘട്ടത്തിൽ ആ ഈ ലേഖനം എഴുതിയെന്ന് അത് നമുക്ക് മനസ്സിലാക്കേണ്ട കഴിയുന്നുണ്ട്. ഇനി ഇത് ആർക്കാണ് എഴുതിയത്? ഏഷ്യ മൈനറിലെ വിവിധ സഭകൾക്കാണ്, സഭയിലുള്ള വിശ്വാസികൾക്കാണ് ഈ ലേഖനം എഴുതിയത്. ഏഷ്യ മൈനർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ തുർക്കി ആ തുർക്കി എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ യൂറോപ്പ് ഭൂഖണ്ഡത്തിനും ഏഷ്യ ഭൂഖണ്ഡത്തിനും അതിർത്തിയെ പങ്കിടുന്നതായ ഒരു രാഷ്ട്രമാണ് തുർക്കി. അവിടെ വിട്ടങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പ് ഭൂഖണ്ഡമാണ്. അതുകൊണ്ടാണ് പൗലോസിന്റെ ഒക്കെ മിഷണറി യാത്രയിൽ ഏഷ്യൻ വൻകരയിൽ നിന്ന് യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ പോലും പോയതായിരിക്കുന്ന സംഭവങ്ങളെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ ഏഷ്യ മൈനർ, ഇതിന്റെ മറ്റൊരു പേര് അനത്തോലിയ എന്നാണ്. ഏഷ്യ മൈനർ എന്ന് പറയുന്നതായ ഈ ദേശങ്ങൾ മറ്റൊരു തരത്തില് അറിയപ്പെടുന്നു. ഈ റോമൻ സാമ്രാജ്യ കാലഘട്ടത്തിൽ ഈ തുർക്കി രാഷ്ട്രീയമായും വ്യാവസായികമായും സാംസ്കാരികമായും വലിയ ഔന്നത്യം പ്രാപിച്ചിരുന്ന ഒരു രാജ്യമാണ്. ക്രിസ്തീയ ചരിത്രത്തിൽ ഏഷ്യ മൈനർ വളരെയധികം പ്രാധാന്യമുണ്ട്. പൗലോസിന്റെ മിഷണറി യാത്രകളിൽ ഈ പ്രദേശങ്ങളിൽ ഏറെ സഭകൾ സ്ഥാപിക്കുകയും പലവട്ടം തന്റെ മിഷണറി യാത്രയിൽ സന്ദർശിക്കുകയും ചെയ്തതായിട്ട് നാം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ അപ്പോസ്തലന്റെ അവസാന കാലഘട്ടങ്ങളിൽ എഫേസോസിൽ ശുശ്രൂഷകനായി പൊതുവെ ആയിരുന്നു എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുകയാണ്. അവിടെ വെച്ച് 1, 2, 3 ലേഖനങ്ങൾ താൻ എഴുതിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനിയും വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾ നമുക്കറിയാം. എഫേസോസ്, സ്മിർന, പെർഗമോസ്, തിയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. ഈ സഭകളെല്ലാം ഏഷ്യ മൈനറിൽ ഉൾപ്പെട്ടിരുന്ന സഭകളാണ്. ആ സഭകൾക്ക് അത് ഉള്ള ദൂത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി യോഹന്നാനിൽ കൂടെ. വെളിപ്പാട് ദിവസം പഠിക്കുകയാണെങ്കിൽ അപ്പം ഈ സ്ഥലത്തിന് മറ്റു പ്രത്യേകത, പുതിയ നിയമത്തിലെ പല ലേഖനങ്ങളുടെ പശ്ചാത്തലങ്ങൾ നാം മനസ്സിലാക്കുന്നതിൽ ഏഷ്യ മൈനറിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇനി നമ്മൾ മറ്റൊരു ചോദ്യം ഈ ലേഖനം പഠിക്കുമ്പോൾ, എന്തുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ഈ ലേഖനം എഴുതിയെന്നുള്ളതാണ്. ഇതിന്റെ ചരിത്രപരമായിരിക്കുന്ന വിഷയം എന്താണ്? അപ്പം സഭകൾ ആ കാലഘട്ടത്തിൽ ഫേസ് ചെയ്തിരുന്ന, അഭിമുഖീകരിച്ചിരുന്ന വലിയൊരു പ്രശ്നമാണ് ദുരുപദേശങ്ങൾ സഭയ്ക്കുള്ളിൽ ശക്തമായിരിക്കും. ഈ കാതലിക് എഫീസൽസ് അല്ലെങ്കിൽ ഈ പുതുലേഖനങ്ങളെ കുറിച്ച് നമ്മൾ, ജനറൽ എഫീസൽസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ലേഖനങ്ങളെല്ലാം എഴുതുവാനുള്ള ഒരു കാരണം ഇതാണ്, പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. സത്യവചനത്തിനെതിരായി നമുക്കറിയാം, ഗലാത്യസഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതൊഴികെ മറ്റൊരു വചനം പറയുന്നത് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് നിങ്ങൾ പഠിപ്പിച്ചാൽ പോലും എന്ത് ചെയ്യരുത്, നിങ്ങളത് വിശ്വസിക്കരുതെന്നാണ്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതായ ദൈവത്തിന്റെ വചനം, അതിനെതിരെ അതിശക്തമായ ദുരുപദേശങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അറിയാമോ? ഈ ദുരുപദേശക്കാര് അവർക്ക് മറ്റൊരു പേര് കൊടുത്തിട്ടുണ്ട്, ആന്റി ക്രൈസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വെളിപ്പാട് ദിവസം പറയുന്ന ആന്റി ക്രൈസ്റ്റ് അല്ല ഇത്. ദുരുപദേശക്കന്മാരെ മൊത്തത്തിൽ എതിർ ക്രിസ്തുക്കൾ എന്നുള്ളതായ കോമൺ ബാനറിലാണ് അവർ അറിയപ്പെടുന്നത്. അപ്പൊ നോക്കിയേ, ഇത് അവരൊന്നാമത് തെറ്റാൻ പഠിപ്പിച്ചൊരു വിഷയം എന്താണെന്നറിയാമോ? യേശു കർത്താവിന്റെ ജഡാവതാരത്തെ അവര് ഡിനൈ ചെയ്തു, അവർ നിഷേധിച്ചു. യോഹന്നാൻ 1 പറഞ്ഞാൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആ ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, he revealed in the flesh, അതിനെ എന്ത് ചെയ്തു? ഇവര് ഡിനൈ ചെയ്തു. ദുരുപദേശങ്ങൾ
അതിനെതിരായിട്ട് പ്രചരിപ്പിച്ചു. ഇങ്ങനെ വരുമ്പോൾ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ന് വളരെയധികം കാണുന്ന ഒരു വിഷയമാണ് അന്ന് പഠിപ്പിച്ചത്. ജീവിതത്തോടൊപ്പം തന്നെ ഈ ക്രിസ്തീയ വിശ്വാസവും പുലർത്താം എന്നുള്ളതായിരിക്കുന്ന തെറ്റായ ഒരു പഠിപ്പിക്കൽ. പാപം ചെയ്യുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൽ തടസ്സമല്ലെന്ന് ഉള്ളതായ തെറ്റായ ഒരു പഠിപ്പിക്കൽ. പാപവും ദൈവവുമായുള്ള ബന്ധം ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതായ തെറ്റായ ഒരു പഠിപ്പിക്കൽ. ഇതുകൊണ്ട് എന്താ സംഭവിച്ചത്? അനേക വിശ്വാസികള് ആശയക്കുഴപ്പത്തിലായി തീർന്നു. എത്രമാത്രം ഭയാനകരമായ ഒരു അന്തരീക്ഷം ദൈവമക്കളുടെ ഇടയിൽ ദുരുപദേശത്തിന്റെ രൂപത്തിൽ അപ്പോസ്തലന്മാർക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവർ പരിശുദ്ധാത്മാവിൽ ശക്തമേറിയ ദൂതുകൾ സഭകൾക്ക് അയക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഈ ലേഖനങ്ങളുടെ എല്ലാം ഉൽപ്പത്തി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. വിശ്വാസികളെ എന്ത് ചെയ്യുന്നു? അത് റീഅഷ്വർ ചെയ്യുക, വീണ്ടും വിശ്വാസത്തിൽ ഒന്നുകൂടി ഉറപ്പിക്കുക. ഇതാണ് അപ്പോസ്തലനായ യോഹന്നാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ ലേഖനത്തെ കുറിച്ച് ഇതിന്റെ ഉദ്ദേശങ്ങളുണ്ട്. 5:13 വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. യു ഹാവ് ആൻ എറ്റേണൽ ലൈഫ്. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഈ ലേഖനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കീവേഴ്സാണ് 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അപ്പൊ ഈ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, നിങ്ങൾക്കൊരു നിത്യജീവനുണ്ട്, എറ്റേണൽ ലൈഫ്. അതെടുത്ത് പറയുന്നു. അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ടു എൻകറേജ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. വേൾഡ്ലി ലൈഫിനേക്കാൾ ഉപരിയായി ലൗകിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാതെ ദൈവവുമായിട്ടുള്ള ഒരു വലിയ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ യോഹന്നാൻ ഈ ലേഖനം എഴുതുക. അടുത്തത്, പ്രൊമോട്ട് ഹോളി ലിവിങ്. ദൈവമക്കളെ ദൈവം വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കല്ല, വിശുദ്ധിക്കാം. വിശുദ്ധ ജീവിതം നയിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ടുള്ള വലിയ ശക്തമായ ഒരാഹ്വാനം. അതിനപ്പുറമായിട്ട് വരുമ്പോൾ യു ഷുഡ് സ്ട്രെങ്തൻ ദ ബ്രദർലി ലവ്. ദൈവത്തെ ഒരുവൻ സ്നേഹിക്കുമ്പോൾ, ദൈവവചനം പ്രിയപ്പെടുമ്പോൾ, ഓട്ടോമാറ്റിക്കലി സ്വന്തം സഹോദരനെയും സ്നേഹിക്കും. സഹോദരനെ സ്നേഹിക്കാത്ത ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ യഥാർത്ഥ ദൈവപൈതൽ അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവൻ തീർച്ചയായും സഹോദരനെയും സ്നേഹിക്കും. പിന്നെ സഭയെ ദുരുപദേശത്തിൽ നിന്ന് സംരക്ഷിക്കുക. ഇങ്ങനെ 4-5 കൂട്ടം കാര്യങ്ങളുടെ ഉദ്ദേശം, ആ ഉദ്ദേശ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒന്ന്, ദൈവമക്കൾക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ്. പിന്നെ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായുള്ള ബന്ധത്തിൽ നാം തുടരണം. വിശുദ്ധ ജീവിതം നാം നയിക്കണം. സഹോദര സ്നേഹം നിലനിർത്തണം. സഭയ്ക്കുള്ളിൽ ദുരുപദേശത്തെ ശക്തമായി നാം എതിർക്കണം. ഇങ്ങനെ അതിശക്തമായ നിലയിൽ യോഹന്നാൻ ഈ ലേഖനം എഴുതും. ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് കേട്ടോ. ഈ 5 അധ്യായങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ. ദൈവം വെളിച്ചമാകുന്നു, ഗോഡ് ഈസ് ലൈറ്റ്. ദൈവം വെളിച്ചമാകുന്നു. രണ്ടാമത്തെ കാര്യം, ഗോഡ് ഈസ് ലവ്. ഈ 3-ാം അധ്യായം, 5-ാമത്തെ ഈ യോഹന്നാൻ 3-ാം അധ്യായം പഠിക്കുമ്പോൾ 27 പ്രാവശ്യം സ്നേഹത്തെ കുറിച്ച് മാത്രം പറയുന്നു. ആ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഗോഡ് ഈസ് ലവ്.
ദൈവം സ്നേഹമാണ്. ദൈവം വെളിച്ചമാണ്, ദൈവം സ്നേഹമാണ്. അടുത്തത് ഗോഡ് ഈസ് ലൈഫ്. ദൈവം ജീവനാണ്, കർത്താവ് ജീവനാണ്. കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു. ഒരു ഉദ്ദേശം സമർത്ഥിക്കണം, യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു. പിന്നെ എന്താ പറയാമോ, യഥാർത്ഥ വിശ്വാസം അത് അനുസരണത്തിലൂടെയാണ് പ്രകടമാക്കേണ്ടത്. അതൊക്കെ ശ്രദ്ധിക്കുന്നത്, അനുസരിക്കുന്നത് യാഗത്തെക്കാൾ, ശ്രദ്ധിക്കുന്ന മുട്ടാടുകളെ വേദസ്സിനേക്കാൾ നല്ലത്. അനുസരണം, ഒബീഡിയൻസ് പ്രൂവ്സ് ജെന്യുവിൻ ഫെയ്ത്ത്. യഥാർത്ഥ വിശ്വാസം അനുസരണത്തിലൂടെ പ്രകടമാകണം. മറ്റൊന്നാണ് ലവ് പ്രൂവ്സ് സ്പിരിച്വൽ ലൈഫ്. സ്നേഹം ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ഒഴിച്ചുകൂടാനാത്ത വിഷയമാണ്. അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് നിത്യജീവൻ വിശ്വാസികൾക്കുള്ള ഒരു ഉറപ്പാണ്. ദ അഷ്വറൻസ് ഓഫ് എറ്റേണൽ ലൈഫ്. അപ്പം അടുത്തത് വിക്ടറി ഓവർ ദ വേൾഡ് ത്രൂ ഫെയ്ത്ത്. വിശ്വാസത്താൽ നാം ലോകത്തെ ജയിക്കണം. ഇങ്ങനെ 4 കൂട്ടം വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ, ഈ 1-ാം ലേഖനത്തിൽ കാണാൻ കഴിയും. നമുക്കിനിയും ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കാം. 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാം ചാപ്റ്റർ 1-ന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തോടുള്ള കൂട്ടായ്മ. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തോടുള്ള കൂട്ടായ്മ. ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ കൂടെ. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അതായത് 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മളിപ്പോൾ വായിച്ചു. ഞങ്ങൾ കണ്ടത്, കേട്ടത്, തൊട്ടത്, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. ഈ അങ്ങനെ 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഒരു വലിയ ഡിക്ലറേഷനോട് കൂടിയാണ്. ദി എറ്റേണൽ വേർഡ് ഓഫ് ലൈഫ്. നിത്യജീവൻ, ജീവന്റെ വചനം, നിത്യമായ ജീവന്റെ വചനം. അതെങ്ങനെ? ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ തൊട്ടത്, മീൻസ് വി എക്സ്പീരിയൻസ്ഡ്. ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ, ഞങ്ങൾ കൈ തൊട്ട ആ ജീവന്റെ വചനം ആണ് യേശു ക്രിസ്തുവിൽ കൂടെ ആ ജീവന്റെ വചനം. ആ വചനത്തെ നിങ്ങൾക്ക് ഞങ്ങൾ നൽകി തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ ഇത് ആരംഭിക്കുന്നത്. ദൈവം അത് വെളിച്ചമായ ദൈവത്തിലെ, അല്ലെങ്കിൽ വെളിച്ചമായ ദൈവത്തിൽ, വെളിച്ചത്തിൽ നാം നടക്കണം. നമുക്കറിയാം, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ട്രൂ ലൈറ്റ്. ആ സത്യ വെളിച്ചം എന്ന് പറയുന്നത് യേശു കർത്താവാണ്. ആ യേശു കർത്താവിൽ എന്ത് ചെയ്യണം? നമ്മള് വെളിച്ചത്തിൽ നാം നടക്കണം. വാക്ക് ഇൻ ദ ലൈറ്റ് rather than in darkness. ഇരുട്ടിലല്ല നാം നടക്കേണ്ടത്, വെളിച്ചത്തിൽ നടക്കണം. അതുകൊണ്ടാണ് നമ്മളെ പറയുന്നത് വെളിച്ചത്തിന്റെ മക്കളാകുന്നു എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ കാണുമ്പോൾ പാപക്ഷമ നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നത് 1-7. പാപക്ഷമ നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നത് നാം പാപം ഏറ്റു പറയുമ്പോഴാണ്. അതുകൊണ്ടാണ് 1-7 ഇങ്ങനെ, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദ കൺഫെഷൻ ഓഫ് സിൻ. പാപം നമ്മള് ഏറ്റു പറയുമ്പോൾ ഇത് സംഭവിക്കുന്നത്, കൺഫെഷൻ ഓഫ് സിൻ ബ്രിങ്സ് ഫൊർഗീവ്നെസ്. പാപം ഏറ്റു പറയുമ്പോൾ ക്ഷമ പ്രാപിക്കാനായിട്ട് നമുക്ക് കഴിയുന്നു. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് മറ്റൊരു വലിയ ഒരു ദൈവശാസ്ത്രപരമായ ഒരു ഉൾക്കാഴ്ച നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ പഠിക്കുമ്പോൾ ഒന്നറിയാമോ,
ജീസസ് ഈസ് ഫുള്ളി ഹ്യൂമൻ ആൻഡ് ഫുള്ളി ഡിവൈൻ. ഇതാണ് യേശു കർത്താവിന്റെ ഇൻകാർണേഷനെ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതിനെതിരായിട്ട് ദുരുപദേശങ്ങൾ വ്യാപിച്ചപ്പോൾ ഒരു യോഹന്നാനോട് സമർത്ഥിക്കുകയാണ്. യേശു കർത്താവ് പൂർണ്ണ മനുഷ്യനാണ്. He is fully human and fully divine. അതിന് പറയുന്ന ഒരു ടേം ഉണ്ട് കേട്ടോ, അത് എഴുതിയിടണം, നിങ്ങൾ മറക്കരുത്. ജീസസ് ഈസ് ഫുള്ളി ഹ്യൂമൻ, the same time he is fully divine. Hypostatic union. Hypostatic union. ഒരേ സമയത്ത് തന്നെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. HYPOSTATIC. ഹിപ്പോസ്റ്റാറ്റിക് യൂണിയൻ. അതാണ് യേശു കർത്താവ് ഒരേ സമയത്ത് തന്നെ അത് മനുഷ്യനും ഫുള്ളി ഹ്യൂമൻ, പകുതി ദൈവവും പകുതി മനുഷ്യനുമല്ല, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും. അപ്പൊ നമ്മള് ഈ ഒരു വിഷയം പിന്നെ പഠിപ്പിക്കുന്നത് God is absolutely holy. Absolutely holy. എന്ന് പറഞ്ഞാൽ അവനിൽ പാപം ഒട്ടുമില്ല. 0.0001% പോലും അവനിൽ പാപമില്ല. God is absolutely holy. അപ്പം അടുത്തൊരു വലിയ വിഷയം പറയുന്നത്, നമുക്ക് കൂട്ടായ്മ ഏറ്റവും അത്യാവശ്യമായിരിക്കുക. പക്ഷെ ഈ കൂട്ടായ്മ ആവശ്യമായ ഒരു ഘടകം എന്താണെന്നറിയാമോ? ഹോളിനെസ് ആണ്, വിശുദ്ധിയാണ്. നമ്മൾ വിശുദ്ധരാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളുമായിട്ട് ഫെലോഷിപ്പിൽ പോകാനായിട്ട് കഴിയൂ. ഈ ഒരു വലിയ മർമ്മം ഇവിടെ യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. എന്ത് ചെയ്യുന്നു? നമ്മൾ പഠിച്ച മറ്റൊരു വിഷയമുണ്ട്, ക്ഷമ പ്രാപിക്കുന്നു. അത് നമ്മുടെ ഏറ്റുപറച്ചിൽ കൂടെയാണ്. അടുത്തത് ദൈവിക കൂട്ടായ്മ വിശുദ്ധ ജീവിതത്താൽ സാധ്യമാകും. ഇങ്ങനെ പറഞ്ഞിട്ട് 1-ാം അധ്യായം അവസാനിക്കുക. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നമുക്ക് അവനോടുകൂടെ എന്തുണ്ട്? കൂട്ടായ്മയുണ്ട്. ഇനി നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രധാന വിഷയം അനുസരണവും സ്നേഹവും, ഒബീഡിയൻസ്, ലവ് ആൻഡ് വാണിംഗ് അഗൻസ്റ്റ് ദ വേൾഡ്. അനുസരണവും സ്നേഹവും അപ്പൊ തന്നെ ഈ ലൗകികതയ്ക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ദൈവമക്കൾ ലോകത്തിനുള്ളവരല്ല, അവർ ദൈവത്തിനുള്ളവരാണ് എന്നുള്ള വലിയ ശക്തമായൊരു മുന്നറിയിപ്പ്. നമുക്കറിയാം, ഇതിന്റെ 2-ാം അധ്യായത്തിന്റെ ഒരു ചുരുക്കം നമ്മൾ പഠിക്കുമ്പോൾ എന്നറിയാമോ? യേശു കർത്താവ് നമ്മുടെ മധ്യസ്ഥനാണ്. ഈസ് അഡ്വക്കേറ്റ്, അരക്ലിറ്റോസ് കൊടുത്തിരിക്കും, മധ്യസ്ഥൻ, അഡ്വക്കേറ്റ്. അപ്പം എവിടെ? ബിഫോർ ദ ഫാദർ, ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ മധ്യസ്ഥനായി നമ്മുടെ കർത്താവ് നിലനിൽക്കുന്നു. അപ്പം അടുത്തൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. അറിയാമോ? എന്നെ സ്നേഹിക്കുന്നവർ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. ദൈവത്തെ അറിയുന്നവർ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നൊരുവൻ പറയുമ്പോൾ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ കഴിയുന്നത്? ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അവൻ അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനല്ല. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. എങ്ങനെ? നോവിങ് ഗോഡ് ഈസ് പ്രൂവൺ ബൈ ഒബീഡിയൻസ്. ദൈവത്തെ അനുസരിക്കുന്നു എന്ന് പറയുന്ന ഒരുവൻ തെളിയിക്കുന്നത് ദൈവിക കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയാണ്.
ഉം. അങ്ങനെ അന്യോന്യം സ്നേഹിപ്പീൻ എന്ന കൽപ്പനയിൽ അത് പഴയ നിയമ പ്രമാണങ്ങൾ മുഴുവൻ അടങ്ങിയിരിക്കുന്നു. പഴയ നിയമ പ്രമാണങ്ങളെല്ലാം കൂടെ കർത്താവ് എന്ത് ചെയ്തു? ഒന്ന് സംഗ്രഹിച്ചു. അത് ഈ 2-ാം അധ്യായത്തിൽ ക്രോഡീകരിച്ചു പറയുന്നുണ്ട്. അങ്ങനെ സകല കൽപ്പനകളും ഈ ഒറ്റ നിയമത്തിൽ നിന്നാണ്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. മ്യൂച്വൽ ലവ് ഇതിനെ കുറിച്ച് വളരെ ശക്തമായി ഇവിടെ പ്രതിപാദിക്കുന്നത് കാണുന്നുണ്ട്. അടുത്തതാണ് ഏറ്റവും വലിയൊരു ജോൺ വാൺസ് എഗൻസ്റ്റ് ലവിങ് ദ വേൾഡ്. ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് ഉള്ള വലിയൊരു മുന്നറിയിപ്പ്. പിന്നെ അടുത്തൊരു മുന്നറിയിപ്പ് ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചാണ്. എന്നാൽ ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ വ്യാജ ഉപദേശകരെ തിരിച്ചറിയണം. നമ്മൾ എതിർ ക്രിസ്തു വെളിപ്പെടുത്തുന്ന ആ എതിർ ക്രിസ്തു അല്ല, പക്ഷെ ദ ഫ്യൂച്ചർ ആന്റി ക്രൈസ്റ്റ് ആൻഡ് ദ പ്രസന്റ് ആന്റി ക്രൈസ്റ്റ്. ഇപ്പൊ നിലവിലുള്ള ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ആരെന്നറിയാമോ? ദുരുപദേശകര, സത്യവചനത്തെ വളച്ചൊടിക്കുന്നവർ, വചനത്തിൽ മായം ചേർക്കുന്നവർ, മിക്സിംഗ് ദ ലോ ക്വാളിറ്റീസ് വിത്ത് ഹൈ ക്വാളിറ്റി. അതിന് പറയുന്ന പേരാണ് അഡൾട്രേഷൻ എന്ന് പറയും. ദൈവവചനത്തെ, ആ സത്യ ഉപദേശത്തെ എന്ത് ചെയ്യുന്നു? ആ ഉപദേശത്തെ കൂടി കൂട്ടിച്ചേർക്കുകയാണ്, മായം ചേർക്കുക. അതാണ് പ്രസന്റ് ആന്റി ക്രൈസ്റ്റ്, ദുരുപദേശകൻ. അപ്പം ഈ രണ്ട് വലിയ വിഷയത്തെ യോഹന്നാൻ ഇവിടെ വളരെ ശക്തമായി പറയുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് ചില, അത് എങ്ങനെയാണെന്നറിയാമോ? ഏക മധ്യസ്ഥനായിരിക്കുന്ന നമ്മുടെ കർത്താവ് അതിന്റെ അറ്റോണിങ് സാക്രിഫൈസ് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു, യാഗമായി തീർന്നു. നമുക്ക് വേണ്ട ലിസ്റ്റായി സകലവും പൂർത്തീകരിക്കപ്പെട്ടു, എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. എല്ലാം ഫിനിഷായി, ഇങ്ങനെ സകലവും നിവർത്തിക്കപ്പെട്ടു. അപ്പം യേശു കർത്താവ് സകലതും പൂർത്തീകരിക്കപ്പെട്ടവനായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത കണക്കെത്തുന്ന എന്നറിയാമോ? ഈ രക്ഷ, വിശ്വാസത്തെ കുറിച്ച് പഠിക്കും, അപ്പോൾ തന്നെ രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. രക്ഷയെ കുറിച്ചുകൂടെ പറയുന്നത് ഒബീഡിയൻസ് ഡെമോൺസ്ട്രേറ്റ്. അനുസരണം യഥാർത്ഥ വിശ്വാസത്തിനെ മാത്രമല്ല, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയും അനുസരണമുള്ളവനായിരിക്കുന്നു. അടുത്തത് മറ്റൊരു കാര്യം, എല്ലാവരെയും സ്നേഹിപ്പാൻ ഒരുവന് കഴിയുന്നുവെങ്കിൽ അവൻ സ്പിരിച്വൽ മച്യൂരിറ്റി പ്രാപിച്ചവന്, ആത്മീയ പക്വത. അത് ഒരു ദിവസം 2 ദിവസം പ്രാപിക്കുന്നതല്ല, നാളുകളായിട്ടുള്ള നമ്മുടെ ട്രെയിനിങ്ങിൽ നമ്മൾ പ്രാപിക്കുന്ന ഒരു വിഷയമാണ് സ്പിരിച്വൽ മച്യൂരിറ്റി. അതൊരു തിയോളജിക്കൽ വിഷയമാണ്. ദൈവമക്കൾ സ്പിരിച്വൽ മച്യൂരിറ്റി പ്രാപിക്കണം. അപ്പോൾ ഇതിനെ കുറിച്ചും ശക്തമായിട്ട് ഈ 2-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്തറിയാമോ? ഒരുവൻ ലോകത്തിനുള്ളവനായി പോയാൽ, ഈ ലോകത്തിനുള്ളവനായി മാറിയാൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലോകമുണ്ട്. എന്താ പറയുന്നത്? കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം. ഈ ലോകത്തിന് ഒരുവനായി കഴിഞ്ഞാൽ നമ്മൾ എന്തായി മാറുന്നു? നമ്മള് ദൈവത്തിന്റെ രാജ്യത്തിനെതിരായി മാറും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ദൈവശാസ്ത്രപരമായ വിഷയത്വവും യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. ഇങ്ങനെ വിഷയങ്ങൾ പറഞ്ഞിട്ട് അത് 2-ാം അധ്യായത്തിൽ 4 കൂട്ടം കാര്യങ്ങൾ അതതിന്റെ പ്രധാന വിഷയമായിട്ട് യോഹന്നാൻ വെളിപ്പെടുത്തും. ഒന്ന്, അഷുറൻസ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഭദ്രത, രക്ഷയുടെ ഉറപ്പ്. ക്രിസ്തീയ അനുസരണം, ക്രിസ്ത്യൻ ഒബീഡിയൻസ്. ഏതെല്ലാം നമ്മള് അനുസരണം, ദൈവകൽപ്പന അനുസരിക്കുന്നതിൽ കൂടെ അനുസരണം.
അച്യുതി പ്രാപിക്കുന്നതിൽ കൂടെ, നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ കൂടെ, ഇതെല്ലാം ദൈവകൽപ്പനയുള്ള അനുസരണത്തിന്റെ ഭാഗമായി വെളിപ്പെടുന്ന വിഷയമാണ്. ഏറ്റവും പ്രധാനം സ്നേഹം, അന്യോന്യം സ്നേഹിപ്പിക്കും. നാലാമത്തെ വിഷയം ദുരുപദേശകന്മാർ എന്നുള്ള വിഷയമാണ്. അങ്ങനെ ഈ 2-ാം അധ്യായം 3-4 പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് മനസ്സിലാക്കി നമ്മളെ പഠിപ്പിക്കും. നമുക്ക് അടുത്ത 3-ാം അധ്യായത്തിലേക്ക് കിടക്കാം. 3-ാം അധ്യായത്തിലേക്ക് കിടക്കുമ്പോൾ സോറി ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മക്കൾ. യോഹന്നാന് അടുത്ത ലേഖനങ്ങളൊക്കെ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ എന്നുള്ളതാണ് വിളിക്കുന്നത്. യോഹന്നാന്റെ ഒരു പ്രത്യേക ശൈലിയാണ്. ഇവിടെ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മക്കൾ. ഇവിടെ പറയുന്നൊരു കാര്യം, ദൈവത്തിന്റെ മക്കളായി ഒരുവൻ തീർന്നാൽ അവനൊരു പുതിയ ഐഡന്റിറ്റിയായി മാറുമെന്ന്, പുതിയ സൃഷ്ടിയായി മാറുമെന്ന്. പഴയതിൽ നിന്ന് ഒരു പുതിയ അനുഭവത്തിലേക്ക് വരികയാണ്. God's children possess a new identity. നമുക്കറിയാം, ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും ഉണ്ട്, പൊസഷൻ സർട്ടിഫിക്കറ്റും ഉണ്ട്. നമുക്കൊരു ഉടമസ്ഥാവകാശം, അത് നമ്മൾ ഓണർഷിപ്പ് എന്ന് പറഞ്ഞു. പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്മേലുള്ളതായ പൂർണ്ണ അധികാരത്തെ, ഒരു പുതിയ സൃഷ്ടി എന്നുള്ള ഒരു അധികാരത്തിന്റെ അനുഭവം നമുക്കത് ഒരു പ്രൊസസ്സായിരിക്കാം. നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന അതാണ് പൊസഷൻ. അത് ആ ഒരു ഐഡന്റിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന അനുഭവം. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം കാണുന്നത്, മറ്റൊരു കാര്യം, അത് ദൈവമക്കൾ നീതിക്ക് വേണ്ടി നിലനിൽക്കണ്ടായിരിക്കണം. ഞാനിപ്പം നമ്മള് ബിലോങ്സ് ടു ഗോഡ് എന്ന് പറയുമ്പോൾ, നാം ദൈവത്തിന് വേണ്ടി ഉള്ളവരെന്ന് പറയുമ്പോൾ, നാം നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം. ഇവിടെ മറ്റൊരു കാര്യം, അത് കോൺട്രാസ്റ്റ് വിത്ത് കൈൻ. അറിയാമോ? കോൺട്രാസ്റ്റ് കൈൻ വിത്ത് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവായിട്ട് അതിനൊന്ന് കൈന്റെ വെറുപ്പിന് പകരം കൈൻ എന്ത് ചെയ്യുന്നു? വെറുക്കുകയാണ്. സഹോദരനായിരിക്കുന്ന ഹാബേലിനോട് വെറുപ്പ്, വിദ്വേഷം സംഭവിച്ചത്. അവന്റെ ഈ യാഗത്തിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടായില്ല. ദൈവം പറയുന്നുണ്ട്, നീനെ നീ എന്തിനു കോപിക്കുന്നു? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് നിന്നിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ യാഗം അർപ്പിക്കുന്നത് ശരിയാ, പക്ഷെ നീ എന്ത് ചെയ്യുന്നില്ല? ഒരു നന്മയും നിന്റെ ജീവിതത്തിലില്ല. എന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നിന്നിൽ എന്തില്ല? ഒരു നന്മയും ഞാൻ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് നന്മ പ്രവർത്തിക്കുന്ന ഹാബേൽ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ കൈൻ ഹാബേലിനോട് വെറുപ്പിന് കാരണമായി തോന്നി. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നു, കൈന്റെ വെറുപ്പിന് പകരം നിങ്ങൾക്കുണ്ടാകണം എന്നറിയാമോ? ക്രിസ്തുവിന്റെ സ്നേഹം മാതൃകയാക്കണം. ശകാരിക്കുന്നവരോട് പകരം ശകാരിക്കാതെ, ദ്വേഷിക്കുന്നവരോട് സ്നേഹിക്കുക, വെറുക്കുന്നവരോട് സ്നേഹത്തോടെ ഇടപെടുക. ഇവിടെ യോഹന്നാൻ ആ ഒരു വലിയ അത് സംഭവം, ആ ഒരു വിഷയം കൂടെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് നമുക്കറിയാം, നമ്മുടെ സ്നേഹ പ്രകടനങ്ങൾ കേവലം വാക്കിൽ മാത്രമായിരിക്കരുത്, പ്രവൃത്തികളായിരിക്കണം. കഴിഞ്ഞ ലേഖനം നമ്മൾ പഠിച്ചു, വേർഡ് ആൻഡ് ഡീഡ്. നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ റിലേറ്റഡ് ആയിരിക്കണം, ബന്ധപ്പെട്ടിരിക്കണം. വാക്ക് പറഞ്ഞിട്ടത് പാലിക്കുന്നില്ലെങ്കിൽ നമ്മൾ വാക്ക് പറയാതിരിക്കുന്നതാണ് നല്ലത്. വേർഡ് ആൻഡ് ഡീഡ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ യഥാർത്ഥ സ്നേഹം കാണിക്കേണ്ടത്
അത് എങ്ങനെയാണ്? ത്രൂ സാക്രിഫിഷ്യൽ ആക്ഷൻ, ത്യാഗപൂർണമായ പ്രവൃത്തികളിൽ കൂടെ, വെറും rather than words. അങ്ങനെ വരുമ്പോൾ റിയൽ ലവ് ഈസ് ഷോൺ ത്രൂ സാക്രിഫിഷ്യൽ ആക്ഷൻ rather than words. ഈ ഒരു വലിയ കാര്യം കൂടെ യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കും. ദൈവത്താൽ നാം ദത്തെടുക്കപ്പെട്ട അഡോപ്റ്റഡ് ചിൽഡ്രൻ ആണ് നമ്മൾ. ക്രിസ്ത്യൻസ് ആർ അഡോപ്റ്റഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. വലിയ ത്യാഗം ചെയ്ത് എന്ത് ചെയ്ത് നമ്മളെ നമുക്കറിയാം, അഡോപ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരുപാട് ത്യാഗങ്ങൾ അതിന്റെ പിൻപിലുണ്ട്. ഒരുപാട് ത്യാഗങ്ങളുണ്ട്. ഒറ്റ വാക്കിൽ എടുത്ത് വളർത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് പിൻപിൽ ഒരുപാട് സാക്രിഫിഷ്യൽ എക്സ്പീരിയൻസസ് ദേ വാണ്ട് ടു സഫർ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഒരുപാട് ത്യാഗപരമായ വിഷയങ്ങളിൽ കൂടെ യേശു കർത്താവ് അതെല്ലാം നിവർത്തീകരിച്ചു. എല്ലാം നിവർത്തീകരിച്ചു. ഒരിക്കലായി, വൺസ് ആൻഡ് ഫോർ ഓൾ, ഒരിക്കലായി എല്ലാവർക്കും വേണ്ടി. എനാഖായി മിയാജിയ പാൻഡ, അത് ഒരിക്കലായി എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്തു? ത്യാഗം സഹിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ 3-ാം അധ്യായത്തിൽ നാം അത് ദത്തെടുക്കപ്പെട്ടതായ ദൈവമക്കൾ. മറ്റൊരു കാര്യം, പുതിയ ജനനം ജീവിതത്തെ മാറ്റുന്നു. ഒരുവൻ ക്രിസ്തുവിനായവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. ന്യൂ ബർത്ത്, പുതുജനനം. അങ്ങനെ നമ്മൾ വീണ്ടും ജനനം ഒക്കെ പറയും. വീണ്ടും ജനനം പ്രാപിച്ചവർ, പുതുജനനം പ്രാപിച്ചവർ എന്ത് ചെയ്യണം? അവരുടെ ജീവിതത്തെ മാറ്റുന്നവരായിരിക്കണം. ഒരു ചേഞ്ച് ജീവിതത്തിലുണ്ടാകണം. അപ്പം ചെയ്തു നമ്മുടെ ഹാബിച്വൽ സിൻ എന്ന് പറഞ്ഞാൽ നാം ശീലിച്ച ചില പാപ സ്വഭാവങ്ങളുണ്ട്. അതിന് പറഞ്ഞ പേരാണ് ഹാബിച്വൽ സിൻ എന്ന് പറയുന്നത്. ശീലിച്ച ചില പാപങ്ങൾ. ദൈവസന്നിധിയിൽ വന്നെന്ന് പറഞ്ഞാലും ആരാധന സംബന്ധിക്കുന്നു പറഞ്ഞാലും ചിലർക്കൊക്കെ ശീലിച്ചതായ ചില പാപ സ്വഭാവങ്ങളെ വിട്ടുമാറുവാനായിട്ട് കഴിയുന്നില്ല. അപ്പം ദൈവത്തിലുള്ളതായ ഒരു പുതിയ ജനനം നമ്മുടെ പാപ സ്വഭാവവുമായി ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല. ഇൻകംപാഷബിൾ. അപ്പൊ ഇതിനെ കുറിച്ച് യോഹന്നാൻ ഈ ലേഖനത്തിൽ പ്രതിപാദിക്കും. ഇങ്ങനെ മറ്റൊരു കാര്യം പറയുന്നത്, ലവ് ഈസ് പ്രാക്ടിക്കൽ. സ്നേഹം പ്രായോഗികമായിരിക്കണം, നോട്ട് മിയർലി എമോഷണൽ. ഇത്തരം വിഷയം കാണുമ്പോൾ വലിയ സ്നേഹപ്രകടനം നടത്തുന്നതല്ല, അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരും. ഇതാണ് ആത്മീയമായ ഒരു വിഷയമായി ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ട ചില വിഷയമുണ്ട് ഇതിനകത്ത്. യഥാർത്ഥ ദൈവ പൈതൽ അല്ലെ ദൈവമക്കൾ, അദ്ദേഹം തന്നെ ദൈവമക്കൾ എന്നുള്ള വിഷയം. യഥാർത്ഥ ദൈവമക്കൾ എന്ത് ചെയ്യുന്നു? ഒരു റൈറ്റസ് ലിവിങ് ആയിരിക്കും. വിശ്വാസത്തിന്റെ ഫലം നീതിയുള്ള ജീവിതമാണ്. നാം വിശ്വാസികൾ പറയുമ്പോൾ അതിന്റെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസത്തിന്റെ ഫലം എന്ന് പറയുന്നത് നീതിയുള്ള ജീവിതമാണ്. അപ്പൊ നീതിയുള്ള ഒരു ജീവിതം നമുക്കില്ലെങ്കിൽ അത് യഥാർത്ഥമായ വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല. നീതിയോടെ ജീവിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഈ ടീച്ചിങ് ഈ 3-ാം അധ്യായത്തിൽ. പിന്നെ അടുത്തത് പറയുന്നത് ബ്രദർലി ലവ് ആണ്. ഒന്ന് റൈറ്റസ് ലിവിങ്, രണ്ട് ബ്രദർലി ലവ്. പരസ്പര സ്നേഹമാണ് ദൈവമക്കളുടെ അടയാളം. സൈൻ ദൈവമക്കളുടെ അടയാളം പരസ്പര സ്നേഹമാണ്.
ഇങ്ങനെയുള്ള ആഴമേറിയ വിഷയങ്ങൾ 1-ാം അധ്യായത്തിൽ. ഇനി നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ എന്നറിയാമോ, ആത്മാക്കളെ പരിശോധിക്കണം. ഡിസൈഡിങ് ദ സ്പിരിറ്റ്സ്, ടെസ്റ്റിംഗ് ദ സ്പിരിറ്റ്സ്. യഥാർത്ഥ ആത്മാവാണോ എന്ന് നാം പൂർണ്ണമായി പരിശോധിക്കണം. അതാണ് 4-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ കാണാൻ കഴിയും. എല്ലാ ആത്മാക്കളെയും പരിശോധിക്കണം, വിവേചിക്കണം. എല്ലാ ആത്മാക്കളെയും. അത് യോഹന്നാനായി നമ്മളെ ആഹ്വാനം ചെയ്യാം. John commands believers to trust every spirit. എല്ലാ ആത്മാക്കളെയും പരിശോധിക്കണം. ആത്മാക്കളെ പരിശോധിക്കണമെങ്കിൽ നാം സ്വായത്തമാക്കേണ്ടത് ഡിസേണിങ് പവറാണ്. വിവേചന വരം നമ്മൾ പ്രാപിക്കും. ഡിസേണിങ് പവർ എന്ന് പറയും, ഗിഫ്റ്റ്. അങ്ങനെ അതിനെക്കുറിച്ച് ഒരു അറിവ് അത് യോഹന്നാൻ നൽകുകയാണ്. അടുത്തത് false prophets deny Christ incarnation. അത് നമ്മൾ ആദ്യമേ അദ്ദേഹത്തിൽ തന്നെ കണ്ടു. വീണ്ടും വീണ്ടും അതിന് ഒത്തിരി പ്രാധാന്യമുള്ളത് കൊണ്ടാണ് യോഹന്നാൻ വീണ്ടും അടുത്ത അധ്യായങ്ങളിലൊക്കെ അത് പരാമർശിക്കുന്നത്. ദുർവശകന്മാർ ക്രിസ്തുവിന്റെ ജഡാവതാരത്തിനെതിരായി നിൽക്കുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം ഗോഡ് ഈസ് ലവ് ആണ്. ദൈവം സ്നേഹമാണ്. അടുത്ത പ്രധാനപ്പെട്ട വിഷയം പറയുന്നത് പൂർണ്ണ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. പൂർണ്ണ സ്നേഹം ഭയത്തെ നീക്കിക്കളയുന്നു. പെർഫെക്റ്റ് ലവ് കാസ്റ്റസ് ഔട്ട് ഫിയർ. പൂർണ്ണ സ്നേഹം ഭയത്തെ ഇല്ലാതാക്കും. അവർ ചുറ്റുപാടുകൾക്ക് പ്രതിസന്ധികൾ വന്നാലും ഒരു ദൈവത്തോട് ഒരു പൂർണ്ണമായ സ്നേഹമുണ്ടെങ്കിൽ, ദൈവ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ചുറ്റുപാടുള്ള വിഷയങ്ങളെയൊക്കെ നമ്മൾ ഭയപ്പെടുകയും. ദൈവത്തെ സ്നേഹിക്കുന്നവർ സഹോദരനെയും സ്നേഹിക്കണം. അതാണ് അടുത്തതായ ഒരു വിഷയം. ഇങ്ങനെ ചുരുക്കത്തിൽ യോഹന്നാന്റെ ലേഖനം മൊത്തം സ്നേഹത്തെക്കുറിച്ച്. അങ്ങനെയാണ് യോഹന്നാന് അപ്പോസ്റ്റൽ ഓഫ് ലവ് എന്ന പേര് കിട്ടും. സ്നേഹത്തിന്റെ അപ്പോസ്റ്റൽ എന്ന പേര് കിട്ടും. സ്നേഹത്തെക്കുറിച്ച് ആഴമേറിയ നിലയിൽ അത് ഞാൻ എവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തത്? ശിഷ്യനായി തീർന്ന സമയം മുതൽ യേശു കർത്താവിനോട് ചേർന്നിരിക്കുകയാണ്. ഒരാളെ സ്നേഹിക്കുന്നത് പറയുമ്പോൾ ആ വ്യക്തിയിൽ നമ്മൾ അകന്നു മാറുകയല്ല, ആ വ്യക്തിയോട് നമ്മൾ എന്ത് ചെയ്യുക? അടുത്തു വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനം പഠിച്ചപ്പോൾ, നമ്മൾ 4-ാം അധ്യായത്തിന് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചപ്പോൾ നമ്മളിങ്ങനെ കണ്ടു, നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പിശാചിനെ വിട്ട് ഓടിപ്പോവീൻ. നോക്കിയേ, ദൈവത്തോട് അടുത്ത് വരുമ്പോൾ അതാണ് യഥാർത്ഥ ലവ് എന്ന് പറയുന്നത്, സ്നേഹം. സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? അത് അടുത്തു വരും. സഹോദരനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സഹോദരനോട് ചേർന്ന് വരും, അടുത്തു വരും. അതാണ് യഥാർത്ഥമായ സ്നേഹത്തിന്റെ ലക്ഷണം. ഇതെല്ലാം പറഞ്ഞിട്ട് അടുത്ത കാര്യം പറയുന്നത്, പ്രധാനപ്പെട്ട ദൈവശാസ്ത്രപരമായ ചിന്തകൾ, വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്നിതാണ്. അത് ഡിസേൺമെന്റ് ഈസ് എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആത്മീയ വിവേചനം ഏറ്റവും ആവശ്യമാണ്. ആത്മീയ വിവേചനം, ആത്മാക്കളെ വിവേചിക്കാനുള്ള കഴിവ്, വിവേചനം. ആ വിവേചനം പ്രാപിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്ര വിഷയം. 2, ക്രിസ്തീയതയുടെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ ജഡാവതാരത്തെ അംഗീകരിക്കുക എന്ന് പറയാം. യേശു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കാത്തവൻ അവൻ യഥാർത്ഥ ദൈവമക്കളല്ല, പിശാചിന്റെ സന്തതികളാണ്. യേശു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കുക, ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അത് ക്രിസ്ത്യാനിറ്റിയുടെ സെൻട്രൽ. ഇൻകാർണേഷൻ സെൻട്രൽ ടു ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യതയുടെ ഏറ്റവും കേന്ദ്ര വിഷയം. നമുക്കറിയാം, യോഹന്നാൻ 1:1 മുതൽ അത് നമ്മൾ വായിച്ചൊരു 14-ാം അധ്യായം, യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു. അത് വചനമായി ഇരുന്നവൻ ജഡമായി തീർന്നു.
അതുവരെ വചനമായിരുന്നു. ആ വചനം ദൃഢമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. 100%. ഇനി യാതൊരു സംശയമില്ലാത്ത വിഷയം. അതാണ് നമ്മൾ മുമ്പേ പഠിച്ചത്. ഹിപ്പോസ്റ്റാറ്റിക്, 100% ഹ്യൂമൻ, 100% ഡിവൈൻ. ഇതിനെ അതിശക്തമായിട്ട് ഈ 4-ാമത്തെ അധ്യായത്തിലും യോഹന്നാൻ സമർത്ഥിക്കുകയാണ്. പിന്നെ നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ് വെളിപ്പെട്ടത്? നമ്മളോടുള്ള ദൈവസ്നേഹം വെളിപ്പെട്ടത് യേശു കർത്താവിന്റെ സാക്രിഫിഷ്യൽ ഡെത്തിൽ കൂടെയാണ്. അതിദാരുണമായ, ധീരമായ, ഏറ്റവും ദാരുണമായ മരണം, അതിൽ കൂടെയാണ് സാക്രിഫിഷ്യൽ ഡെത്ത് എന്നാണ്. ആ മരണത്തിൽ കൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മളോട് വെളിപ്പെടുത്തിയത്. ഇനിയുള്ള ദൈവശാസ്ത്രപരമായ വലിയൊരു വിഷയം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത് എല്ലാവിധ ന്യായവിധികളും എല്ലാവിധ ജഡ്ജ്മെന്റുകളും യഥാർത്ഥ സ്നേഹത്താൽ നീങ്ങിപ്പോകുവാനായിട്ടിടയായി. ഇങ്ങനെ ഈ ലേഖനം 4-ാം അധ്യായം അവസാനിപ്പിക്കുക. അടുത്തത് നമ്മൾ പഠിക്കുമ്പോൾ 2-4 വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് 4-ാം ലേഖനത്തിലുണ്ട്. ഒന്ന് ഡിസൺമെന്റ് ആണ്, വിവേചനം. വിവേചനം എന്നുള്ള വിഷയം. 2 സ്നേഹം എന്നുള്ള വിഷയമാണ്. 3 ഇൻകാർണേഷൻ, ജഡാവതാരം. 4-ാമത്തെ അഷുറൻസ്, ഉറപ്പ്. ഈ 4 പ്രധാനപ്പെട്ട വിഷയങ്ങൾ 4-ാം അധ്യായത്തിലുണ്ട്. ഡിസേൺമെന്റ്, വിവേചനം, ലവ്, സ്നേഹം, ഇൻകാർണേഷൻ, ജഡാവതാരം, അഷുറൻസ്, ഉറപ്പ്. രക്ഷയുടെ അഷുറൻസ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ പദ്ധതികളൊക്കെ ഉറപ്പ്. നമ്മൾ ഇവിടെ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രധാന വിശ്വാസത്തിന്റെ വിജയമാണ്. വിശ്വാസത്തിന്റെ വിജയം, വിക്ടറി ഓഫ് ഫെയ്ത്ത്, അതിനെ കുറിച്ച് പറയാം. വിശ്വാസം, എറ്റേണൽ ലൈഫ്, നിത്യജീവൻ, യേശു ക്രിസ്തുവിനുള്ള നമ്മുടെ ആഴമേറിയ വിശ്വാസത്തിന്റെ ഗുണം, ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ശക്തമായിട്ട് യോഹന്നാൻ നമുക്ക് വെളിപ്പെടുത്തി തരിക. യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം ലോകത്തെ ഓവർകം ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് 5-ാം അധ്യായം. ക്രിസ്തുവിനുള്ള വിശ്വാസം ലോകത്തെ ഓവർകം ചെയ്യുവാൻ, ലോകത്തെ ജയിക്കുവാൻ നമ്മളെ സഹായിക്കും. ഫെയ്ത്ത് ഇൻ ജീസസ് ഓവർകംസ് ദ വേൾഡ്. പിന്നെ അടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് വിശ്വാസികൾ നിത്യജീവനെ സ്വന്തമാക്കുന്നവരാ. വിശ്വാസികൾ നിത്യജീവന് വേണ്ടി കാത്തിരിക്കുന്നവരാ. ആ ഒരു വലിയ ആഴമൊരു വിശ്വാസം. അപ്പൊ നിത്യജീവൻ, എറ്റേണൽ ലൈഫിനെ അത് അങ്ങനെ ഒന്നില്ല എന്ന് ചിന്തിച്ചാൽ, കർത്താവ് വീണ്ടും വരികയില്ലെന്ന് ചിന്തിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? സംഭവിക്കാൻ പോകുന്ന മറ്റൊന്നുമല്ല, നാം വിശുദ്ധ ജീവിതം നയിക്കാറില്ല. അപ്പൊ വിശുദ്ധ ജീവിതം നയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്തോ? നാം കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ടാണ്. അതാണ് നമ്മുടെ വലിയ വിശ്വാസം എന്ന് പറയും. കർത്താവിന്റെ 2-ാം വരവ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് വെളിപ്പെടാൻ പോകുന്നു. പ്രത്യക്ഷത, യേശു കർത്താവിന്റെ പ്രത്യക്ഷത. ആ ഒരു വിഷയം നമ്മുടെ മുൻപിൽ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കും. ഇനി വരുന്നില്ല എന്നുള്ള ഫാൾസ് ടീച്ചിങ് ഉണ്ടെങ്കിൽ, ദുരുപദേശം കഴിയാവോ, കർത്താവ് ഇത്ര നാളായല്ലോ, 1000 വർഷം കഴിഞ്ഞ് ഇതുവരെ വന്നില്ലല്ലോ, ഇനിയിപ്പം വരാൻ പോകുന്നില്ല. അപ്പൊ സംശയത്തിന്റെ വിത്തുകൾ ജനത്തിന്റെ ഉള്ളിൽ ദുരുപദേഷ്ടാക്കന്മാർ പാകിക്കഴിയുമ്പോൾ സംശയം നമ്മളിൽ എന്തുവാകും? ഉള്ളിലെടുക്കുകയും അങ്ങനെയാണെങ്കിൽ എന്തിന് വിശുദ്ധ ജീവിതം നയിക്കണം എന്നുള്ള ചിന്തയാൽ നാം ഭരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിനെതിരെ ശക്തമായിട്ട് യോഹന്നാൻ ഇവിടെ വെളിപ്പെടുത്തി. പിന്നെ പ്രാർത്ഥനയിലുള്ള വിശ്വാസം, എൻകറേജസ് കോൺഫിഡൻസ് ഇൻ പ്രയർ. നമ്മുടെ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തൊക്കെ പ്രാർത്ഥനയുടെ വലിയ വിഷയങ്ങളെ കുറിച്ച് പറയാം. പ്രാർത്ഥന ഇങ്ങനെ ഇവിടെ അവസാനിക്കുന്നത് എങ്ങനെ അറിയാം?
5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളി. 5-ാം അധ്യായത്തിന് അവസാന വാക്യമാണ്. വാണിംഗ് അഗൻസ്റ്റ് ഐഡൽസ്. ഈ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ജാതികളിലൊക്കെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ടവർ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാതെ അവര് ആരാധിച്ചു വന്നിരുന്ന, ഭജിച്ചു വന്നിരുന്ന വിഗ്രഹങ്ങളോട് അറിയാത്തൊരു മമത. ഇത് യോഹന്നാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ യോഹന്നാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെയാണ്. അതാണ് യോഹന്നാന്റെ പ്രത്യേകമായ ശൈലിയാണ്. മറ്റു ലേഖനങ്ങളൊന്നും കാണാത്ത ഒരു വലിയ പ്രത്യേകതയാണ്. കുഞ്ഞുങ്ങളെ, ഒരു ഭക്തനായ മനുഷ്യന്റെ ആഗ്രഹമാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. എന്താണെന്നറിയാമോ? ഞാൻ വന്യവയോധികനായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ പോവുകയാണ്. എന്നാൽ എന്റെ തലമുറ എന്ത് ചെയ്യണം? വിശുദ്ധ ജീവിതം നയിക്കണം. അങ്ങനെ ആഴമേറിയ ഒരു താല്പര്യത്തിൽ നിന്നാണ് യോഹന്നാനോട് പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്തോണം? അത് വിഗ്രഹങ്ങളെ അകന്ന് സൂക്ഷിച്ചുകൊള്ളി. ഐഡൽ വർഷിപ്പ്, അത് പറയാൻ മറ്റൊരു കാര്യം, തിയോളജിക്കലായിട്ട് മറ്റൊരു കാര്യമുണ്ട്. നമുക്കറിയാമല്ലോ, 2ാമത്തെ കൽപ്പന, യാതൊരു വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഒരു കമാൻഡ്മെന്റ്സ്, 10 കൽപ്പനകളുടെ അതിനെ ബേസ് ചെയ്താണല്ലോ ബാക്കി സകല കൽപ്പനകളും അടങ്ങിയിരിക്കുന്നത്. അതിന്റെ ബേസിക്കിലാണ് ബാക്കി എല്ലാ കൽപ്പനകളും വന്നിരിക്കുന്നത്. യോഹന്നാൻ ഇവിടെ ആഴമേറിയ ചില ചിന്തകളാണ് പറയുന്നത്, വിഗ്രഹങ്ങളോട് അകന്നേ. അപ്പം ഇതിന്റെ ദൈവശാസ്ത്രപരമായ വിഷയങ്ങൾ ഒന്ന് എന്താണെന്നറിയാമോ? വിശ്വാസം വിജയത്തെ ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ വിജയം വിശ്വാസത്തിന് ഉളവാകുന്നു. ഫെയ്ത്ത് പ്രൊഡ്യൂസസ് വിക്ടറി. 5-ാം അധ്യായത്തിന്റെ തിയോളജി, ദൈവശാസ്ത്രപരമായ വിഷയം. ഫെയ്ത്ത് പ്രൊഡ്യൂസസ് വിക്ടറി. വിശ്വാസത്താൽ വിജയം ഉളവാകും. 2, നിത്യജീവൻ. ഇപ്പോൾ നാം നിത്യജീവനെ വിശ്വസിക്കുന്നത് അത് ഭാവിയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നിത്യജീവനെ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ഭാവിയിലും അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളതായ ഒരു ഉറപ്പ്. എറ്റേണൽ ലൈഫ് ഈസ് പ്രസന്റ്. എറ്റേണൽ ലൈഫ് ഈസ് പ്രസന്റ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ. ഇപ്പോഴുള്ള ആ ഉറപ്പ് ഭാവിയിലും നമുക്ക് ഉണ്ടായിത്തീരും. പിന്നെ മറ്റൊരു കാര്യം, പ്രാർത്ഥനയെ കുറിച്ചുകൂടെ യോഹന്നാൻ പഠിപ്പിക്കുന്ന വിഷയം, ദൈവഹിതാനുസരണമുള്ള പ്രാർത്ഥന നാം കഴിക്കണമെന്ന്. നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ ഒന്നിനു കുറെ എഴുതി കർത്താവില് പരമേൽപ്പിച്ചിട്ട് നാം സ്വസ്ഥമായിരിക്കുക എന്നുള്ളതല്ല. പ്രാർത്ഥനയിൽ നമുക്ക് മാറ്റം ഉണ്ടാകണം. പ്രാർത്ഥനയാൽ നമുക്ക് എന്തുണ്ടാകണം? മാറ്റം ഉണ്ടാകണം. Prayer should be according to God's will. ദൈവഹിതാനുസരണമുള്ള പ്രാർത്ഥന. രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ്. എന്തെങ്കിലും വിഗ്രഹത്തിന് തുല്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തോണം. അതാണ് അവസാനത്തെ വാക്യം പറയുന്നത്. വിഗ്രഹത്തിന് തുല്യമായി നമ്മൾ എന്തെങ്കിലും, ദൈവത്തെക്കാൾ അധികമായി നാം എന്തിനെങ്കിലും സ്നേഹിച്ചാൽ അത് വിഗ്രഹാരാധനയാണ്. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ അപ്പുറമായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് വിഗ്രഹാരാധന. ഐഡന്റിറ്റി ഇൻക്ലൂഡ്സ് anything that replaces God. ദൈവത്തിന് കൊടുക്കേണ്ട ആ സ്ഥാനത്തിനപ്പുറമായി നാം മറ്റെന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ അതെന്തായി തീരുക? വിഗ്രഹാരാധനയ്ക്ക് തുല്യമായി തീരുക. ഇങ്ങനെയുള്ളതായിരിക്കുന്ന അഴിമേറിയ വിഷയം. അപ്പൊ ഇത് നമുക്ക് ആ തിയോളജി ഒന്നും അങ്ങനെ കൂടുതൽ പഠിക്കാനായിട്ടുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട്, എങ്കിലും നമ്മൾ ശരിക്കൊന്ന് പഠിച്ചാലുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന തിയോളജികൾ എന്തെല്ലാം തിയോളജിയാണെന്നറിയാം. ക്രിസ്തീയ ശാസ്ത്രം, ക്രിസ്റ്റോളജി, സോറ്റിയോളജി, രക്ഷാശാസ്ത്രം,
പിന്നെ എക്ലീഷ്യോളജി നമുക്കറിയാം, സമാജശാസ്ത്രം, പിന്നെ ന്യൂമറ്റോളജി നമുക്കറിയാം, പരിശുദ്ധാത്മശാസ്ത്രം. ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഇവിടെ ഈ ലേഖനത്തിൽ പഠിക്കാനായിട്ട് കഴിയുന്നുണ്ട്. എത്തിക്സ്, ക്രിസ്ത്യൻ എത്തിക്സ്, ധർമ്മശാസ്ത്രം, നോക്കിയപ്പോൾ എന്തെല്ലാം വിഷയങ്ങളാണ് ഇവിടെ. ക്രിസ്റ്റോളജി ഉണ്ട്, സോറ്റീരിയോളജി ഉണ്ട്, എക്ലീഷ്യോളജി ഉണ്ട്, ന്യൂമറ്റോളജി ഉണ്ട്, പിന്നെ ക്രിസ്ത്യൻ എത്തിക്സ്. 5 അധ്യായങ്ങളുള്ള ഈ ലേഖനത്തിൽ എന്തെല്ലാം ദൈവശാസ്ത്ര വിഷയങ്ങൾ ഈ യോഹന്നാനിലൂടെ നമുക്ക് നൽകി തരിക. അടുത്ത് പറയുമ്പോൾ ഒരു 3-4 അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചില 1 യോഹന്നാനിലെ ചില കോൺട്രാസ്റ്റസ്, ചില എതിർപക്ഷ വിഷയം. ഒന്ന് എന്നറിയാമോ? ലൈറ്റ് വേഴ്സസ് ഡാർക്ക്നെസ്, ഇരുളും വെളിച്ചവും. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കറിയാം, സത്യ വെളിച്ചം, അപ്പൊ തന്നെ ഗുരുവിറ്റു അപ്പുറത്ത് കിടക്കി. ലൈറ്റ് വേഴ്സസ് ഡാർക്ക്നെസ്, ഇതെന്തിനാ കാണിക്കുക? ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അത് നോട്ട് ചെയ്തോ. ലൈറ്റ് വേഴ്സസ് വെളിച്ചവും ഇരുളും, ഇതിനെ കാണിക്കുക അറിയാമോ? വിശുദ്ധിയെയും പാപത്തെയും കാണിക്കുക. ഹോളിനെസ് വേഴ്സസ് സിൻ, ഹോളിനെസ് വേഴ്സസ് സിൻ. ഒന്ന് വെളിച്ചവും ഇരുട്ടും, അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ വിശുദ്ധിയും പാപവും. അപ്പൊ ഇരുട്ട് പാപത്തെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ വിഷയം ട്രൂത്ത് വേഴ്സസ് ഇറർ, സത്യവും വിദ്യയും. സത്യവും വിദ്യയും അല്ലെ പൊള്ളത്തരം. സത്യമായിട്ടൊന്ന്, പൊള്ളയായിട്ട് വേറൊന്ന്. ട്രൂത്ത് വേഴ്സസ് ഇറർ, സത്യവും തെറ്റും, അല്ലെങ്കിൽ തെറ്റും ശരി. അത് കാണിക്കുന്നത് ട്രൂത്ത്, സത്യത്തെ കാണിക്കുന്നത് അറിയാം, സൗണ്ട് ഡോക്ട്രിനെയാണ്. എന്ന് പറഞ്ഞാൽ സത്യ ഉപദേശം, സത്യ ഉപദേശം. ഇറർ, തെറ്റെന്താ അറിയാമോ? ഫാൾസ് ടീച്ചിങ്, ദുരുപദേശം. ഒന്നുകൂടെ ഞാൻ പറയാം, വെളിച്ചവും ഇരുട്ടും, വിശുദ്ധിയും പാപവും, സത്യവും അത് തെറ്റും, ശരിയായ ഉപദേശവും ദുരുപദേശവും. ഇനി അടുത്ത് ലവ് വേഴ്സസ് ഹേറ്റ്രഡ്, സ്നേഹവും വെറുപ്പും. ക്രിസ്തീയ സ്വഭാവവും ലോക സ്വഭാവവും. ലവ് വേഴ്സസ് ഹേറ്റ്രഡ്, ക്രിസ്തീയ സ്വഭാവവും ലൗകിക സ്വഭാവവും, അല്ലെങ്കിൽ ക്രിസ്തീയ മനോഭാവവും ലൗകിക മനോഭാവവും. രണ്ടും കൂടെ ഉണ്ട്. അടുത്ത് ലൈഫ് വേഴ്സസ് ഡെത്ത്, ജീവനും മരണവും. ലൈഫ് വേഴ്സസ് ഡെത്ത്, ജീവനും മരണവും. ഒന്ന് രക്ഷ, ഡെത്ത് എന്നറിയാമോ? സ്പിരിച്വൽ ഡെത്ത്, ആത്മീയ മരണം. ഒത്തിരി പേരുണ്ടല്ലോ അങ്ങനല്ലേ ആത്മീയ മരണം സംഭവിച്ചത്. ആത്മീയ മരണം, ലൈഫ് വേഴ്സസ് ഡെത്ത്, സാൽവേഷൻ വേഴ്സസ് സ്പിരിച്വൽ ഡെത്ത്. ഇനി ചിൽഡ്രൻ ഓഫ് ഗോഡ് വേഴ്സസ് ചിൽഡ്രൻ ഓഫ് ഡെവിൾ ഓർ സൈറ്റാൻ, ദൈവമക്കളും സാത്താന്റെ മക്കളും. അത് എന്തിനെ കാണിക്കുന്നത് അറിയാമോ? ദൈവമക്കൾ എന്ന് പറയുന്നത് വിശ്വാസികളാണ്, ബിലീവേഴ്സ്. അവിശ്വാസികളാണ് ചിൽഡ്രൻ ഓഫ് ദ ഡെവിൾ. വിശ്വാസികളും അവിശ്വാസികളും, ദൈവമക്കളും സാത്താന്റെ മക്കളും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. അവസാന ഭാഗത്തേക്ക് പെട്ടെന്ന് വരട്ടെ. നമുക്കിതിന്റെ ഒരു ഔട്ട്ലൈൻ അത് ചെയ്യണം. ഔട്ട്ലൈൻ 1-ാം അധ്യായം, ഓരോ സെന്റൻസ് മാത്രമേ ഉള്ളൂ. ഔട്ട്ലൈൻ ചാപ്റ്റർ 1, ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ഇൻ ലൈറ്റ്, നാം വെളിച്ചത്തിന്റെ മക്കൾ എന്നുള്ള കൂട്ടായ്മ, ദൈവവുമായി കൂട്ടായ്മ. ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ഇൻ ദ ലൈറ്റ്, വെളിച്ചത്തിൽ നാം ദൈവത്തിന്റെ കൂട്ടായ്മക്കാരെ മാറി. ദൈവവുമായുള്ള കൂട്ടായ്മ സിംപിളി അങ്ങനെ ഓർത്താൽ മതി. ദൈവത്തിന്റെ കൂട്ടായ്മയുള്ളവരെ വെളിച്ചത്തിന്റെ മക്കളാണ്. ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ഇൻ ദ ലൈറ്റ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അനുസരണം, സ്നേഹം, പിന്നെ
ഈ ലോകത്തിന് എതിരെയുള്ള വാണിംഗ്, മുന്നറിയിപ്പ്. ലവ് ആൻഡ് വാണിംഗ് അഗൻസ്റ്റ് ദ വേൾഡ്. ഇനി 3-ാം അധ്യായം ദൈവമക്കളും നീതിപൂർണമായ ജീവിതവും, ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് ആൻഡ് റൈറ്റസ് ലിവിങ്. ദൈവമക്കളും നീതിപൂർണമായ ജീവിതവും. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ ടെസ്റ്റിംഗ് ദ സ്പിരിറ്റ്സ് ആൻഡ് ഗോഡ്സ് ലവ്. ആത്മാക്കളെ പരിശോധിക്കുക, വിവേചിക്കുക, ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി തീരുക. 5-ാമത്തെ അധ്യായം വിശ്വാസം, നിത്യജീവൻ, പ്രാർത്ഥന, വിജയം. ഫെയ്ത്ത്, എറ്റേണൽ ലൈഫ്, പ്രയർ ആൻഡ് വിക്ടറി. ഇങ്ങനെ നമുക്ക് ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അത് 1-ാം അധ്യായം, 1-ാമത്തെ യോഹന്നാന്റെ 1-ാം ലേഖനം നമ്മളെ ഒരു ഒതന്റിക് ക്രിസ്ത്യാനിറ്റിയാണ്. ഒതന്റിക് ക്രിസ്ത്യാനിറ്റി, അധികാരമുള്ള ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയാം അധികാരത്തിന്റെ ജീവിതമാണ്. ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയാം അധികാരത്തിന്റെ ശുശ്രൂഷയാണ്. ഒതന്റിക് ക്രിസ്ത്യാനിറ്റി. അതിന് 3 കൂട്ടം കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, യഥാർത്ഥ വിശ്വാസം. ആരില്? യേശു കർത്താവിലുള്ള വിശ്വാസം. റൈറ്റ് ബിലീഫ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസമാണ് ഒരു ഒതന്റിക് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, അധികാരത്തിന്റെ ക്രിസ്തീയത്വം എന്ന് പറയുന്നത്. 2-ാമത്തെ കാര്യം, ദൈവത്തെ അനുസരിച്ചുകൊണ്ട് എന്ത് വിഷയം വന്നാലും നീതിപൂർവമായ ജീവിതം. അനീതിയുടെ നടുവിലും നീതിക്ക് വേണ്ടി നിൽക്കുക. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമുക്കറിയാം, റൈറ്റസ് ലിവിങ് ഇൻ ഒബീഡിയൻസ് ടു ഗോഡ്. 3-ാമത്തെ വിഷയം എന്തറിയാമോ? യഥാർത്ഥ സ്നേഹം സഹ വിശ്വാസികളോട്. ജെന്യുവിൻ ലവിങ് ഫോർ ഫെലോ